വലിയ പ്രളയമുണ്ടായി തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് സജി ചെറിയാൻ എന്നെയാണ് ഫോണിൽ വിളിച്ചത്. അദ്ദേഹം ഫോണിൽ വിളിക്കുക സംസാരിക്കുന്നത് വലിയവായിലെ കരയെ നിഷേധിക്കട്ടെ. അദ്ദേഹം വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുന്നു, അനേകം ആളുകൾ ജീവൻ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞപ്പോ ഒരു ബലപ്രയോഗത്തിലൂടെയാണ് ഡാം ക്ലോസ് ചെയ്യാൻ അന്ന് സാധിച്ചത്. അതിന് വിശദാംശത്തിൽ ഞാൻ കിടക്കുന്നില്ല, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്ന് മുഴുപ്പ് പറയേണ്ട കാര്യമില്ല. അന്ന് മണിസഖാവിന്റെ നേതൃത്വത്തിലാണ് ഡാം തുറന്നുവിടാൻ തീരുമാനിച്ചത് ഇടുക്കിയെ രക്ഷിക്കാൻ. പക്ഷെ അത് ഈ നാട് നശിക്കാൻ പോകുന്നു എന്ന് മനസ്സിലായപ്പോ ശക്തമായ ഇടപെടൽ നടത്തി ആ ഡാം ക്ലോസ് ചെയ്യുകയും നമ്മുടെ ഈ നാടിനെ രക്ഷിക്കാൻ കഴിയുകയും ചെയ്തു. അന്ന് വേറെ പ്രത്യേകതയുണ്ടായി. അത് കഴിഞ്ഞ് മന്ത്രി സജി ചെറിയാൻ എന്നോട് സ്നേഹത്തോട് പറഞ്ഞു, എങ്ങനെ ആ നിമിഷം തന്നെ 50ഓളം ആളുകളെ 4 ജീപ്പുകളിലായി ഞാൻ പന്തളത്തേക്ക് അയക്കുകയായിരുന്നു. ആ വന്ന ഒരു ടീം ഈ അപകടകരമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വലിയ ടീമാണ്. അവരിവിടെ വന്നിട്ട് കാര്യങ്ങൾ എന്നോട് വിളിച്ചു പറഞ്ഞു. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു വീട് പോലും താമസിക്കാൻ പറ്റാത്ത നിലയിലാണ്. എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ നിങ്ങളവിടെ ക്യാമ്പ് ചെയ്യുക, എല്ലാ വീടും വൃത്തിയാക്കി ശുചീകരിച്ച് മനുഷ്യൻ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായതിനു ശേഷം തിരികെ ഈരാറ്റുപേട്ടയിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. സജി ചെറിയാൻ അറിയാം, അദ്ദേഹത്തിന്റെ സഹായം നേതൃത്വം ഉണ്ടായിരുന്നു. നല്ല നിലയിൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് ആ അപകട ടീമാണ് ഈ നാട്ടിലെ വെള്ളപ്പൊക്കം കൊണ്ട് ദുരിതമനുഭവിച്ച് ജനങ്ങളെ ഒന്ന് സംരക്ഷിച്ചത്. ഞാനിപ്പോ ഇത് പറയാൻ കാരണം അതിലും വലിയൊരു സംഭവം നടക്കാൻ പോവുകയാണ്. ഞാനിവിടെ നിൽക്കുന്നത് ഭയത്തോടുകൂടിയാണ്, ഒളിച്ചു വെക്കുന്നില്ല. ഞാന് കാര്യങ്ങൾ മുഴുവൻ വിളിച്ചു പറഞ്ഞാൽ മനുഷ്യർ ഭാരമാകും, അത് കുഴപ്പമാകും എന്ന് പൊതുവായിട്ട് ഒരു അഭിപ്രായമുള്ളത് കൊണ്ട് എല്ലാം പറയുന്നില്ല. മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് 1886 പണി ആരംഭിച്ചതാണ്. 1895 പണി പൂർത്തീകരിച്ച് 96 കമ്മീഷൻ. അതിന്റെ അർത്ഥം 130 വർഷം ആയി നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം അവിടെ വന്നിട്ട്. ആ ഡാമിന്റെ പ്രത്യേകത എന്താണ്? സുർക്കി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഡാമാണ്. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഒരു ഡാം പണിതാൽ 50 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഡിമോളിഷ് ചെയ്തിട്ട് പുതിയ ഡാം പണി. അതാണ് നിയമമാണ്. ഈ ഡാം തിരുവിതാംകൂർ രാജവംശവും നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ടുള്ള എഗ്രിമെന്റ് പ്രകാരം ഉണ്ടായ ഡാമാണിത്. അത് 50 കൊല്ലം കഴിയുമ്പോഴല്ല അവിടെ തുടങ്ങുക, സുർക്കി ഉണ്ടാക്കി ഡാം നിൽക്കുകയാണ്. 130 വർഷമായിട്ടും ആ ഡാം സുരക്ഷിതമാണെന്ന് പറയാനുള്ള വിവരക്കേട് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അല്ലാതെ ലോകത്ത് ആർക്കും ഇല്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം എന്തിനെ പറഞ്ഞു ഡാം സുരക്ഷിതമാണ്? എന്തുദ്ദേശം പറയുന്നത്? ഞാൻ നിയമസഭാ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നപ്പോ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി NV ജയരാജൻ ഉൾപ്പെടെ കോൺഗ്രസ് നേതാവായ ആഗസ്തി ഉൾപ്പെടെ ആ ഡാമിൽ സന്ദർശിച്ച ആളാണ്. ഞാൻ തന്നെ 3 റിപ്പോർട്ടുകൾ വെച്ചിട്ടുണ്ട്. അതിനുശേഷം വന്ന ഉണ്ണിയാടന്റെ റിപ്പോർട്ടുണ്ട്, മോൾസിന്റെ റിപ്പോർട്ടുകളൊക്കെ എന്റെ കൈവശമുണ്ട്. അത് വായിച്ചിട്ടാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അബദ്ധം പറയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഡാം ഏകദേശം 1000 അടി താഴെ പുതിയ ഡാം പണിയണം എന്ന് സ്ഥലം കണ്ടെത്തി അതിന്റെ നടപടികൾ ആരംഭിച്ചിട്ട് ഇപ്പോഴും ആ ഡാം പണി നടക്കുന്നില്ല. അതിനുവേണ്ടി സംസാരിക്കാൻ ആളുമില്ലാത്ത നിലയാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ആ ഡാം. അതുപോലെ നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. തിരുവിതാംകൂർ ഗവൺമെന്റുമായിട്ടുള്ള എഗ്രിമെന്റ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ 1947 ക്യാൻസലായി നിയമപരമായി. പക്ഷേ അധികാരത്തിൽ വന്ന EMS ഗവൺമെന്റ് കാലത്ത് ചർച്ച നടന്നു ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ എഗ്രിമെന്റ് പുതുക്കുന്നതിനെ സംബന്ധിച്ച്.
അത് തമിഴ്നാടുമായി യോജിക്കാൻ EMS തയ്യാറായില്ല. മഹാനായ EMS പറഞ്ഞു, വെള്ളം നിങ്ങൾക്ക് തരികയാണ്, യാതൊരു സംശയമില്ല, വെള്ളം നിങ്ങൾക്ക് തമിഴ്നാട്, പക്ഷെ ഞങ്ങൾക്ക് സുരക്ഷ, ആ വെള്ളത്തിന് ഇന്റർനാഷണൽ മാർക്കറ്റുള്ള വില കിട്ടണം എന്നാണ് വന്ധ്യനായ EMS ആവശ്യപ്പെട്ടത്. പക്ഷെ അന്ന് സംഭവിച്ചത് ചർച്ച നീണ്ടും പ്രശ്നം പരിഹരിച്ചില്ല. പിന്നീട് 1970 ആയപ്പോ സഖാവ് അച്യുത മേനോൻ, നമ്മുടെ ഇന്നലെ പ്രതിഭ സ്ഥാപിച്ച ബഹുമാനായ അച്യുത മേനോൻ മുഖ്യമന്ത്രിയെ അധികാരമേറ്റപ്പോ ആരോടും ചർച്ച ചെയ്യാതെ അദ്ദേഹം എഗ്രിമെന്റ് ഒപ്പിട്ട് കൈക്കൊണ്ടു. ഞാൻ അച്യുതനെ പോലെ ഒരു മാന്യനായ നേതാവിനെ കുറ്റപ്പെടുത്തുന്നതെന്ന് തെറ്റിദ്ധരിക്കണം. പക്ഷെ അദ്ദേഹം ചെയ്തൊരു പാപം, ആ എഗ്രിമെന്റിൽ അദ്ദേഹം എഴുതി വെച്ചു, 30 വർഷം കൂടുമ്പോൾ ഇതിന്റെ വില സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വീണ്ടും പരിഗണിക്കണമെന്ന്. 70 കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര കൊല്ലമായി? 2000 ചർച്ച ചെയ്യണ്ടേ? ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇനി ചർച്ച നടക്കാനും പോകുന്നില്ല. തമിഴ്നാട് അയാളുമില്ല, അവർ കോടതി കൂടെ നടക്കുകയാണ്. നമ്മുടെ ജീവിതം എവിടെ പോകും? ഒരു ഡാമിന് ബ്രേക്ക് ഉണ്ടായാൽ എന്ത് സംഭവിക്കും എന്നറിയാൻ ഒരു വിദഗ്ധ സമിതിയെ റൂക്കി അവരെ നിയോഗിച്ചു. ആ നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് പൂർണ്ണമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ചെങ്ങന്നൂരും ഡാം തകർന്നാൽ അതിന്റെ വേദന അനുഭവിക്കുന്ന ജനങ്ങളായി മാറും എന്ന് മാത്രം ഇപ്പോഴേ ഞാൻ സൂചിപ്പിക്കുന്നു. വിശ്വാസത്തിന് പറയാൻ എനിക്ക് മനസ്സാക്ഷി സമ്മതിക്കുന്നില്ല. പലരും ചോദിച്ച് എങ്ങനെ ചെങ്ങന്നൂർ പറഞ്ഞു തരാം. മുണ്ടക്കയവും അതിന്റെ പരിസ്ഥിതി, അതിന്റെ പ്രവർത്തകർ, അതിന്റെ വിദഗ്ധന്മാർ പഠനം നടത്തിയപ്പോ ഡാം പൊട്ടിയാൽ വണ്ടിപ്പെരിയാറിലേക്ക് വെള്ളം വരുന്ന ആ സമയം കൊണ്ട്, അതേ സമയം കൊണ്ട് തന്നെ ഈ മുല്ലപ്പെരിയാറിന്റെ വെള്ളം മുണ്ടക്കയത്തെത്തും. മുണ്ടക്കയത്തെത്തും എന്ന് പറഞ്ഞാൽ അത് നേരെ മണിമല വഴി പോന്നാൽ പന്തളവും ചെങ്ങന്നൂരും തിരുവല്ലായും ഒന്നും കാണുകയില്ല. വളരെ അഹങ്കാരത്തോടെ നമ്മൾ ജീവിക്കുകയാണ്. നമുക്ക് കുഴപ്പമില്ല. ആ ഇടുക്കിയിലും നമ്മൾ എറണാകുളത്തുള്ളവർക്ക് പോലെ പറ്റും, നമുക്കെന്ത് വർത്താനാണ്, ഒരു അപകടമില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കണം. ഈ ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള ജനങ്ങൾ അതിന്റെ വേദന അനുഭവിക്കേണ്ടി വരും, സംശയമില്ല. ആ ആഘാത പഠന കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ബഹുമാനയുടെ മുഖ്യമന്ത്രി ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആ ആഘാത പഠന കമ്മിറ്റിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഏൽപ്പിച്ചുകൊണ്ടല്ലോ, അദ്ദേഹം തന്റെ ഇടപെടലിൽ അത് പുറത്തു വിടട്ടെ, അത് പ്രസിദ്ധീകരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ സത്യം നിങ്ങൾക്ക് മനസ്സിലാവും. അത് അവിടെ മാത്രമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ അപകടമുണ്ടായാൽ ഇടുക്കി, കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴ 5 ജില്ലകൾക്ക് ഒരു കാരണവശാലും പരിഹരിക്കാൻ കഴിയാത്തത്ര വലിയ നാശനഷ്ടം ഉണ്ടാകുമെന്നാണ് ആഘാത പഠന കമ്മിറ്റി റിപ്പോർട്ട് എഴുതി വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നില്ല എനിക്ക് മനസ്സിലാകുന്നില്ല. ഭയം കൊണ്ടാണോ പ്രസിദ്ധീകരിക്കുന്ന? പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ഡാമിന്റെ സുരക്ഷിതത്വം അപകടകരമായ നിലയിലാണ് എന്ന് ബോധ്യമായ സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രതിബദ്ധതയുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കാനുള്ള മാർഗത്തെ പറ്റി ചർച്ച ചെയ്യാനുള്ള ബാധ്യത ഈ ഗവൺമെന്റ് ഉണ്ട് എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് അത് ശക്തമായി നടപടിയിലേക്ക് പോകാൻ ബാധ്യതപ്പെട്ടയാളാണ് എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ കൊണ്ട് നേരിടുന്നില്ല. ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവട്ടെ. ഇപ്പോ എന്ത് ചെയ്യാൻ നമ്മുടെ ഭരണാധികാരികളൊക്കെ ഈ നിലയിലാണ് എന്ത് ചെയ്യും? ഇവിടെ വയനാട്ടിൽ വലിയ ദുഃഖകരമായ സംഭവങ്ങളാണ് നടന്നത്. മരിച്ച ആളുകളുടെ എണ്ണം ഇപ്പോഴും കൃത്യമായി കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെയും 4 മനുഷ്യജീവൻ നഷ്ടപ്പെട്ട് അതിന്റെ കൈയും കാലും ഒക്കെ കിട്ടി. ഇന്നലെ ഇപ്പോഴും കഴിഞ്ഞില്ല. ഇന്നും ജനകീയ പരിശോധന അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം ഉണ്ടായ ഉടനെ ബഹുമാനയുടെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം 5 മണി സമയം, അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തെ കണ്ടുകളയാമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്ന് കണ്ടു. വലിയ മനപ്രയാസം എനിക്ക് തോന്നി.
അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞെന്താ, ഇങ്ങനെ നഷ്ടമുണ്ടായിട്ടുണ്ട്, മരണമുണ്ടായിട്ടുണ്ട്, ദുഃഖമുണ്ട്. പക്ഷേ അവരെ സഹായിക്കാൻ വേണ്ടി ഒരു നമ്പർ കൊടുത്ത് അങ്ങോട്ട് പണം അയച്ചോളാൻ അങ്ങനെ പറഞ്ഞു. അതാണ് ഞങ്ങളുടെ ആവശ്യം. എല്ലാവരും ദുരിതാശ്വാസ ഫണ്ടിൽ ഏത് സംഭവം നടന്ന് 24 മണിക്കൂറായില്ല, അതിനിപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കാശ് കൊടുക്കുവാനാണ്. അപ്പൊ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിന്റെ തൊട്ട് പുറകിൽ ഒരു IAS നിൽപ്പുണ്ട്. അവൻ നല്ലവണ്ണം ചിരിച്ചോണ്ടാണ് നിൽക്കുന്നത്. അവൻ ഭയങ്കര ദുഃഖമുണ്ട്, അതുകൊണ്ടാണ് അവൻ ചിരിക്കുന്നത്. നിങ്ങൾ ആ പത്രസമ്മേളനം TV കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാവും. ഈ നിലയിലാണ് നമ്മുടെ പിണറായി ഈ സർക്കാർ. എന്നാൽ പിണറായിയേക്കാൾ എത്രയോ വലിയവനാണ്. ഒരു കൊച്ചു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി. ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ തലവനായി ഇന്ത്യൻ പ്രസിഡന്റ് ഇരിക്കുന്നെങ്കിലും ഭരണം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ ആലോചിക്കുക. അദ്ദേഹം അവിടുന്ന് നേരെ പിണറായി ചെയ്തതുപോലെ അവിടെ ചെന്ന് എനിക്ക് ചെളി ചവിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയല്ല ചെയ്തത്. മോദിജി കണ്ണൂർ വിമാനം ഇറങ്ങി നേരെ ഹെലികോപ്റ്റർ അവിടെ എത്തി. അദ്ദേഹം നേരെ ദുരന്ത മേഖലയിലേക്ക് നടന്നു പോയി എന്ന് മാത്രമല്ല, അവിടുത്തെ ആരും കടന്നു ചെല്ലാൻ മടിച്ചിരുന്ന ആ മേഖലയിൽ ആദ്യമായി ചെന്ന ഒരു പൊതുപ്രവർത്തകൻ നരേന്ദ്രമോദിജിയാണ്. അദ്ദേഹം അവിടെ ചെന്നു. ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചു പോയി. അവിടെ നിന്ന് പട്ടാളക്കാർ ചോദിച്ചു, എങ്ങനെ ഇദ്ദേഹം ഇതറിയുന്നു? അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ മുഖ്യമന്ത്രി പോലും സമ്മതിക്കുകയാണ് എങ്ങനെ ഇദ്ദേഹം അറിഞ്ഞു. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞു. ആ മേഖലയിൽ അദ്ദേഹം ചെന്നു എന്ന് മാത്രമല്ല, ആശുപത്രി കിടന്നവരെയും രോഗം ബാധിച്ചവരെയും ഒക്കെ സന്ദർശിച്ച് അവരെയൊക്കെ സഹായിക്കാൻ വാഗ്ദാനമൊക്കെ നൽകിയാണ് അദ്ദേഹം തിരികെ പോയത്. എനിക്ക് അല്പം തോന്നിയതല്ല. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നതാണ്, പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പണം പുനരധിവാസത്തിനൊരു പ്രശ്നമല്ല, പണം എത്ര വേണമെങ്കിലും പുനരധിവാസത്തിന് ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകിയിട്ടാണ് പോയി. പക്ഷേ നമ്മുടെ ഗവൺമെന്റ് ആവശ്യം എന്താ? 2000 കോടി രൂപ വേണമെന്നാണ് പറയും. എന്തിനാന്നില്ല, 2000 കോടി രൂപ പറഞ്ഞേക്കാൻ. അപ്പൊ കേന്ദ്രം തിരിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ കണക്കിങ്ങതാ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വീട് വെക്കാൻ, വീട് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ വീട് വെക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ ക്രൈസ്തവ കത്തോലിക്ക സഭ 100 വീട്ടിൽ കൊടുക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞത് 100 വീട്. അങ്ങനെ എത്രയോ പേര് വീട് കൊടുക്കാൻ തയ്യാറാണ്. 500ഓളം വീടുകൾ വെക്കാനുള്ള ആളുകൾ ഇപ്പോൾ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. പണവും മുഖ്യമന്ത്രി എത്തിച്ചു കഴിഞ്ഞു. എന്നിട്ടും മുഖ്യമന്ത്രി ഒരു 2000 തരത്തെ പറഞ്ഞ് നടക്കുക. കേന്ദ്ര ഗവൺമെന്റ് കണക്ക് തരാൻ പറഞ്ഞു, കണക്കില്ല. ഇതിന് മാത്രമല്ല, ഞാൻ അത് രാഷ്ട്രീയ കാര്യങ്ങൾ, ഈ സമരത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ കടക്കുന്നില്ല. അന്യമായി കേന്ദ്ര ഗവൺമെന്റ് എന്തിന് അരിക്ക് പോലും കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടികളൊന്നും നമുക്കറിയാം. റേഷൻ പോലും മുടങ്ങുന്ന ഗതി ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. കേന്ദ്ര ഗവൺമെന്റ് ഔദാര്യം കൊണ്ടായപ്പോൾ റേഷൻ പോലും നടക്കുന്നത്. ഈ നിലയിലേക്ക് ഒരു ഗവൺമെന്റ് പോകുമ്പോൾ ആ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഈ പദ്ധതിക്ക് എന്ത് വിലയുണ്ട് എന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെ കോടികൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഒരു പ്രോജക്ട് റിപ്പോർട്ടാണ് ഉണ്ടാക്കിയത്. ആ പ്രോജക്ട് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുമായി ചർച്ച ചെയ്യണ്ടേ? BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ 7ഓളം കൗൺസിലർമാരുണ്ട്. ആ കൗൺസിലർമാരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കണ്ടേ? അതുപോലെ തന്നെ മറ്റു വാർഡുകളിലെ ജനങ്ങളുടെ ചിന്ത എന്താണെന്ന് അന്വേഷിക്കണ്ടേ? അവരുടെ അഭിപ്രായം എന്താണെന്ന് നോക്കണ്ടേ? അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്താണെന്ന് നോക്കണ്ടേ? എന്നിട്ട് വേണ്ട ഒരു പ്രോജക്ട് കൊണ്ടുവരാൻ. ഞാൻ ഒരു സംശയം ചോദിക്കുക,
നമ്മുടെ ശബരി റെയിൽവേ ഇപ്പോ ചെങ്ങന്നൂർ ശബരി റെയിൽവേ കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം. നേരത്തെ ഉണ്ട് അങ്കമാലി ശബരി റെയിൽവേ. ആ റെയിൽവേക്ക് ഒരു 30 കൊല്ലം മുമ്പ് അനൗൺസ്മെന്റ് ഉണ്ടായി. ഏകദേശം റൂട്ട് ഇട്ടു, ഏകദേശം നോട്ടിന്. ഇപ്പോഴും ആ വസ്തുവിൽ ഒരു വീട് വെക്കാൻ പറ്റില്ല, കൃഷി ചെയ്യാൻ പറ്റില്ല, അവിടെ കിടപ്പുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് കേന്ദ്ര മന്ത്രി പറഞ്ഞു ശബരി റെയിൽവേക്ക് അങ്കമാലി ശബരി റെയിൽവേ നടപ്പാക്കാൻ സാധ്യതയില്ല, സ്ഥലമെടുത്തു തരാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകുന്നില്ല, അപ്പൊ അത് നടക്കാൻ സാധ്യതയില്ലെന്ന്. അങ്ങനെയാണ് പിന്നെ ഈ 30 വർഷക്കാലം ഇത്രയേറെ സ്ഥലം വെറുതെ ഇട്ട് നഷ്ടം ആരും കൊടുക്കും. കൃഷിക്കാരനുണ്ടായിരിക്കുന്ന നഷ്ടം എത്ര വലുതാണ്, അവിടെ താമസിച്ച് ജനങ്ങൾക്കുണ്ടായ നഷ്ടം എത്ര വലുതാണ്. അതുപോലെയാണ് ഈ വിവരം കെട്ട മുനിസിപ്പാലിറ്റിയും തീരുമാനം കൊണ്ടുവന്നിരിക്കുന്നത്. അവരിവിടെ റിപ്പോർട്ടുമായിട്ട് വന്നിരിക്കുകയാണ്. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചെങ്ങന്നൂർ എന്ന് പറയുന്ന ഈ കൊച്ചു നഗരത്തിൽ ഒരു ചെറിയ വീട് പോലും വെക്കാൻ പറ്റാത്ത നിലയുണ്ടാവും. ഒരു പാവപ്പെട്ടവന് ഒരു വീട് വെക്കാൻ പറ്റില്ല, വൈദ്യുതി കണക്ഷൻ കിട്ടില്ല, എന്തിന് കൃഷി ചെയ്യാൻ കഴിയില്ല. അങ്ങനെ എല്ലാ വിധത്തിലും സ്റ്റാൻഡ് സ്റ്റിൽ ഒരു നഷ്ടമുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കച്ചവടം എന്തിനാണെന്ന് നമ്മുടെ മുനിസിപ്പൽ ചെയർമാനും ആളുകളും ഒന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു. ഇവിടെ മന്ത്രി സജി ചെറിയാരുടെ വിനയത്തോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇതൊക്കെ അറിയുന്നവരാണ്, വേദനിച്ചിട്ടുള്ളവരാണ്, വെള്ളത്തിന്റെ ബുദ്ധിമുട്ടും അറിയാവുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് മുനിസിപ്പാലിറ്റിയെ നിയന്ത്രിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായും ഈ കാര്യത്തിൽ വളരെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ CPM കാൽനടയാത്ര നടത്തുന്നു എന്നാണ് അധ്യക്ഷൻ പറഞ്ഞത്. എനിക്ക് ചിരി വന്നു. അവരെങ്ങോട്ടാ പോകുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്തുവാട്ടെ, ഇന്നലെ തൊടുപുഴ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് തൊടുപുഴ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ എലിമിനേറ്റീവ് സിസ്റ്റം പ്രകാരം ചെയർമാനെ തെരഞ്ഞെടുത്തു. ഇവിടുത്തെ കോൺഗ്രസ്സുകാരൊന്നും ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ വർഗീയത പറയുന്നത് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് വിരോധം തോന്നി. ഇച്ചിരി പറഞ്ഞത് പറയാൻ പേടിക്കാനൊന്നും പറ്റില്ല. അവിടെ കോൺഗ്രസ് മുന്നണിയിലുള്ള ലീഗിന്റെ 5 മെമ്പർമാർ CPM സ്ഥാനാർത്ഥി വോട്ട് ചെയ്ത് CPM-നെ ജയിപ്പിച്ചു. മതിയോ? നിങ്ങൾ ആലോചിച്ചതിന് മര്യാദ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോപ്പിച്ചെന്ന് ഓർത്തണം. കോൺഗ്രസിന്റെ മുന്നണിയിലുള്ള മുസ്ലിം ലീഗിന്റെ കൗൺസിലർമാർ CPM-ന്റെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്തു. എന്താ കാര്യം? CPM-ന്റെ സ്ഥാനാർത്ഥി മുസ്ലിമാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹിന്ദുവാണ്. അപ്പൊ കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര പാർട്ടിയാണ്, രാഷ്ട്രീയം അവർ UDF ആണ്. അപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക എന്താന്ന് ചോദിച്ചാൽ, മുസ്ലിം ഏകീകരണം ഉണ്ടാക്കിക്കൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നല്ലവരായി നിങ്ങൾ അറിയണം. അതുകൊണ്ടാണ് പരസ്യമായിട്ട് പറയുന്നത്. ഇത് പറയാൻ ഒരു മടിയില്ല. ഇത് ശുദ്ധവർഗീയത. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹിന്ദുവായി, അവൻ വോട്ട് ചെയ്യാം. CPM സ്ഥാനാർത്ഥി മുസ്ലിമായി, മുസ്ലിം ലീഗിന്റെ വോട്ട് അവിടെ. അങ്ങനെ ആ പെണ്ണെ അങ്ങനെയെങ്കിൽ പിന്നെ എന്തിന് മുസ്ലിം ലീഗ് UDF ആണെന്ന് പറഞ്ഞു നടക്കുന്നു? മതേതര പാർട്ടിയാണെന്നാണ് പറയുന്നത്. പാലക്കാട് പണ്ട് തങ്ങളുണ്ടായിരുന്നു, തങ്ങളൊക്കെ പോയി. ഇപ്പോ ജനങ്ങളോട് സ്നേഹിച്ചിരുന്ന പാലക്കാട് തങ്ങൾ, ആ തങ്ങളുടെ കാലം കഴിഞ്ഞു പോയി. ഇപ്പോ കൊച്ചുപിള്ളേരെ തങ്ങളുമാർ. അപ്പൊ അവരും ശുദ്ധ മുസ്ലിം വർഗീയതയിലേക്ക് കടന്നു പോയി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശക്തമായ അമർഷം ഇക്കാര്യത്തിൽ നമുക്കുണ്ട് എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ നമുക്ക് 8 മെമ്പർമാർ, നമ്മുടെ 8 BJP മെമ്പർമാരുള്ള സ്ഥലമാണ് മുനിസിപ്പാലിറ്റി. അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ അവൻ ഭൂലോക കള്ളൻ. എഞ്ചിന്റെ കൈക്കൂലി മേടിക്കുമ്പോൾ അതിന്റെ വീതം വെച്ചെന്നവൻ. ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി മേടിച്ചുള്ള വീതം വേണമെന്നാണ് പറയുന്നത്. ആദ്യമായി ആ ചെയർമാനെതിരായി സമരം രാജിവെക്കാൻ വേണ്ടി സമരം ചെയ്തത് നമ്മളാണ്. ആ സമരം നമ്മുടെ
കരി ആണ് നമ്മുടെ മേഖലയിലെ ചാർജുണ്ട്. ഗരി പറഞ്ഞിട്ട് ഞാനാണ് സമരം ഉദ്ഘാടനം ചെയ്യാൻ പറയുന്നത്. ഭയങ്കര ജനക്കൂട്ടമായിരുന്നു. BJPയുടെ പ്രവർത്തകരെ ഞാൻ നിയന്ത്രിച്ചത് കൊണ്ടാണ് സംഘർഷം ഒഴിവായത്. പക്ഷേ ചെയർമാൻ അന്ന് ആ നാട്ടിൽ സ്ഥലം വിട്ടു. പിന്നെ അവൻ രാജിവെച്ചിട്ട് തിരികെ വന്നു. അവിടെയാണ് ഇപ്പോ ഇലക്ഷൻ നടന്നത്. ആ ഇലക്ഷനിലാണ് മുസ്ലിം വർഗീയത നടപ്പാക്കിയത്. ഇത് മര്യാദയാണ്. ഇതിങ്ങനെ പോയാൽ ശരിയാവുമോ കേരളം? എനിക്കിവിടെ ക്രിസ്ത്യാനിയുള്ള ക്രിസ്ത്യാനിയോട് പറയുക കേട്ടോ, നമ്മുടെ മന്ത്രി സജീവ ഉൾപ്പെടെ പറയുകയാണ്, ഈ ക്രിസ്ത്യാനി ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഹിന്ദുവിന് കൊടുത്ത് കൂടിക്കൊടുക്കുക. അതായിരിക്കും സംരക്ഷണം, വേറെ കാര്യമൊന്നുമില്ല. ഞാൻ പറയുമ്പം ഈശോർ അങ്ങനെ പറഞ്ഞത് ഈ സൗകര്യം എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരിക്കുന്ന മനസ്സിലായില്ലേ? യാതൊരു കാരണവശാലും. അതായത് ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻ SC ST ഐക്യം കേരളത്തിൽ ഉണ്ടാക്കാൻ കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പച്ചയ്ക്ക് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഉണ്ടായി ഈ കേരളം പിടിക്കണം. 2026 71 സീറ്റിന് വേണ്ടി BJP യുദ്ധം ചെയ്യാൻ പോവുകയാണ്. 71 പറഞ്ഞ അർത്ഥം മനസ്സിലായില്ലേ? കൃത്യം ഭൂരിപക്ഷം കിട്ടും. 71 പറഞ്ഞോ? 71 സീറ്റോടുകൂടി 2026 BJP കേരളത്തിൽ അധികാരത്തിൽ വരണം. നരേന്ദ്രമോദിജിയുടെ പാർട്ടി അധികാരത്തിൽ വരണം എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാറുള്ളത്. 29 പ്രധാനമന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 29 ഒരു സംശയം വേണ്ട, നമ്മുടെ പാർലമെന്റും അസംബ്ലിയും അതോടൊപ്പം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക. ആ തെരഞ്ഞെടുപ്പിൽ താമര ചിഹ്നമല്ലാതെ ഒരു ചിഹ്നവും കേരളത്തിൽ കാണാൻ പാടില്ല എന്ന ചിന്തയോടുകൂടി പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാൻ നല്ലവരായ നിങ്ങളോട് എല്ലാവരോടും ഞാൻ ആഹ്വാനം ചെയ്യും. ഞാൻ മറ്റു വിശദാംശം കൂടുതലായി കടക്കുന്നില്ല. ഇതുപോലുള്ള സമര പരിപാടികൾ BJP ഏറ്റെടുത്തേ മതിയാവും. ജനകീയ പ്രശ്നങ്ങളിൽ ഒളിച്ചിരിക്കേണ്ടവരല്ല നമ്മൾ. ജനകീയ പ്രശ്നങ്ങൾ ജനങ്ങളെ എത്തിക്കും. ജനങ്ങളിൽ എത്തിച്ച് ജനങ്ങൾ വികാരമുണ്ടാക്കിക്കൊണ്ട് നമ്മൾ അധികാരത്തിൽ വന്നാൽ ജനങ്ങൾക്ക് ആവശ്യത്തിന് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുമെന്ന് ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാക്കി കൊടുക്കാനുള്ള ചുമതലയും നിങ്ങൾ നേതാക്കന്മാർ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. തീർച്ചയായും ഈ ചെങ്ങന്നൂർ ഈ മേഖലയിൽ ഇത്രയും നല്ല രീതിയിൽ ഒരു വിഷയം ജനങ്ങളിൽ എത്തിക്കാൻ ഇറങ്ങിത്തിരിച്ച BJPയുടെ മുഴുവൻ പ്രവർത്തകരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ തീർച്ചയായും എളിയവനായ എന്റെ സഹായത്തിനപ്പുറത്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രാർത്ഥനയും അതോടൊപ്പം നിങ്ങളുടെ പ്രവർത്തനത്തോടൊപ്പം സഹകരണം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നിവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം ഇന്ന് രാത്രി മുതൽ നാളെ രാവിലെ വരെ ഉപവാസം അനുഷ്ഠിക്കുന്ന നമ്മുടെ ബഹുമാനായ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ 6 കൗൺസിലർമാർ, അവരെയും ഞാൻ പ്രത്യേകമായി എന്റെ ബഹുമാനം അറിയിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിമത്തായി മുൻപോട്ട് പോയി ഈ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി മാത്രമല്ല ഇതിന്റെ പ്രാന്തപ്രദേശവും നമ്മളിൽ ജനവിശ്വാസം ഉണ്ടാക്കാൻ സാഹചര്യം സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എളിയവനായ എല്ലാ സഹായം ഉണ്ടാവും എന്നുകൂടി അറിയിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി വിജയിക്കുന്ന ഈ സമരം, ഈ ഉപവാസ സമരം ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ഭാരതത്തിന്റെ 77ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഭാരതത്തിലുടനീളം മുഴുവൻ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തണമെന്ന് ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം അനുസരിച്ചുകൊണ്ട് ഭാരതത്തിലെ മുഴുവൻ വീടുകളിലും ദേശീയ പതാക സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും ഒക്കെ BJP കൈമാറുകയാണ്. അതിന്റെ മണ്ഡലതല ഉദ്ഘാടനം ഇവിടെ ബഹുമാനായിട്ടുള്ള മുൻ MLA PC ജോർജും അതുപോലെ തന്നെ
പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ എം വി ഗോകുമാറും ചേർന്ന് നിർവഹിക്കുന്നു. ഡോക്ടർ സാബു ടി സമർ ആയിരയിൽ വെച്ച് നടന്ന അന്തർദേശീയ ഇൻവിറ്റേഷൻ അത്ലറ്റിക്സ് മീറ്റിംഗും മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ 65 വയസ്സ് ഉള്ള ആൾക്കാരുടെ വിഭാഗത്തിൽ 400 മീറ്ററിലും പോൾ വാട്ടിലും 2 ഗോളുകളുടെ ഇന്ത്യക്ക് വേണ്ടി കരസ്ഥമാക്കിയ വ്യക്തിത്വമാണ്. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കായിക വിഭാഗം മേധാവിയായിരുന്നു. ഇപ്പോൾ മുസ്ലിം കോളേജിന്റെ കായിക വിദ്യാഭ്യാസ മേധാവിയായിട്ട് പ്രവർത്തിച്ചത്. ചെങ്ങന്നൂർ മുണ്ടങ്കാവ് സ്വദേശിയാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. അടുത്തായിട്ട് ഇവിടെ ഉപവാസ സമരം അനുഷ്ഠിക്കുന്ന പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ എം വി ഗോകുമാർ അവർക്ക് ബഹുമാനായിട്ടുള്ള പി സി ജോർജ് അവർ ഷാൾ അണിയിച്ചുകൊണ്ട് भारत माता के जय जय बीजेपी, जय जय बीजेपी. അടുത്തായിട്ട് പാർട്ടിയുടെ ദക്ഷിണമേഖലാ സെക്രട്ടറി വീർ കൃഷ്ണകുമാർ ഉപവാസ നായകന് ഷാൾ അണിയിക്കുന്നു. പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി വിമൻ രവീന്ദ്രൻ ഷാൾ അണിയിക്കുന്നു. മുല്ലക്കൽ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ കണ്ണൻ അവർ അദ്ദേഹത്തിന് ഷാൾ അണിയിക്കുന്നു. പാർട്ടിയുടെ മാന്നാർ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി രമേശ് പെരിശ്ശേരി അവർ ഷാൾ അണിയിക്കുന്നു. മുല്ലക്കൽ മണ്ഡലത്തിലെ ജനറൽ സെക്രട്ടറി സുമേഷ് ജാഥാ നായകന് ഷാൾ അണിയിക്കുന്നു. മാവേലിക്കര മണ്ഡലത്തിലെ ജനറൽ സെക്രട്ടറി ബിനു ചാമ്പുരേത്ത് ഉപവാസ നായകന് ഷാൾ അണിയിക്കുന്നു. കൗൺസിലർമാരായിട്ട് ഉപവാസം അനുഷ്ഠിക്കുന്ന ശ്രീദേവി ബാലകൃഷ്ണൻ, സിനി ബിജു, മനു കൃഷ്ണൻ, രോഹിത് പി കുമാർ, ആതിര ഗോപൻ, ഇന്ദു രാജൻ, എസ് സുധാമണി എന്നിവർക്ക് ബഹുമാനായിട്ടുള്ള മുൻ MLA കേരളത്തിന്റെ ജനകീയ നായകൻ പി സി ജോർജ് അവർ ഷാൾ അണിയിച്ചുകൊണ്ട് ലീഗ് സെല്ലിന്റെ ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ഹരീഷ് വള്ളികുന്നം ഉപവാസ നായകൻ എം വി ഗോകുമാറിന് ഷാൾ അണിയിക്കുന്നു. എല്ലാവരും വേദിയിരിക്കണം. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഗീത അനിൽകുമാർ ഈ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് മംഗലം ഇടനാട് ഭാഗങ്ങളിൽ സജീവമായി ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ ഗീത അനിൽകുമാർ ഉപവാസ നായകന് ഷാൾ അണിയിക്കുന്നു. വ്യാവസായിക സംരംഭങ്ങൾക്ക് ഭീഷണിയായിട്ട് വരുന്നു. ഇവിടുത്തെ റോഡുകൾക്ക് ഭീഷണിയായിട്ട് വരുന്നു.
ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് ഭീഷണിയായിട്ട് വരുന്നു. യാതൊരു തരത്തിലുമുള്ള പഠനം നടത്താതെയാണ് ഈ മാസ്റ്റർ പ്ലാൻ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. മംഗലവും ഇടനാടും വാടാർ മംഗലവും കോടിയാട്ടുകരയും ഈ പ്രദേശങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുമ്പോൾ അവിടെ പണിയുന്ന വീടുകൾക്ക് പോലും നമ്പർ ഇടാൻ പറ്റാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് BJP ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഈ സമരം BJP തുടങ്ങിയ കാലം മുതൽ BJP ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇവിടുത്തെ വാർഡിലെ ജനങ്ങളോട് ചർച്ച ചെയ്യണം. ഈ വാർഡിൽ സമഗ്രമായിട്ടുള്ള ഗ്രാമസഭകൾ വിളിച്ചു ചേർത്ത് അവർ പറയുന്ന പോയിന്റുകൾ എഴുതിയെടുക്കണം. അതിന് വിദഗ്ധമായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരണം. ജനങ്ങളോടും അതേപോലെ തന്നെ സാങ്കേതികമായിട്ട് ഇതിന് പരിജ്ഞാനമുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് ഒരു വലിയ പഠനം നടത്തി, ആ പഠനം നടത്തിയിട്ട് വേണം ഈ മാസ്റ്റർ പ്ലാൻ ചെങ്ങന്നൂരിൽ തയ്യാറാക്കാൻ. നമ്മൾ നോക്കണം, പാലക്കാട് പോലെയുള്ള നഗരസഭയും പന്തളം പോലെയുള്ള നഗരസഭയിലുമൊക്കെ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന നഗരസഭ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അമൃതം പദ്ധതി അടക്കം നടപ്പിലാക്കുന്നത് വിശദമായിട്ടുള്ള പഠനം നടത്തി. പാലക്കാടും പന്തളം മുനിസിപ്പാലിറ്റിയുമൊക്കെ വലിയ വികസനത്തിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി ഈ നഗരസഭയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് BJP ഇതിന് ബദലായിട്ടൊരു പ്ലാൻ വെച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ മുഴുവൻ ആരാഞ്ഞുകൊണ്ട്, ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ അവരുടെ സമ്പർക്കം നടത്തിക്കൊണ്ട്, അതിന് പരിജ്ഞാനമുള്ള ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ട് ഇതിനൊരു ബദൽ പ്ലാൻ എന്ന നിലയിൽ ചെങ്ങന്നൂരിന്റെ സമഗ്രമായിട്ടുള്ള വികസനം. ചെങ്ങന്നൂർ എന്ന് പറയുന്ന സമയത്ത് ചെങ്ങന്നൂർ പട്ടണം മാത്രമല്ല, അതിന്റെ സമീപം കിടക്കുന്ന മുളക്കുഴ പഞ്ചായത്തും ആല പഞ്ചായത്തും തിരുവനന്തപുരം പാണ്ടനാടും അങ്ങനെ തൊട്ടടുത്ത ആലപ്പുഴ പഞ്ചായത്തുമൊക്കെ ആ സമഗ്രമായിട്ട് അതിന് ചുറ്റും കിടക്കുന്ന മുഴുവൻ പ്രദേശങ്ങളെയും വികസിപ്പിച്ചുകൊണ്ട് ചെങ്ങന്നൂരിൽ വലിയൊരു വികസന പദ്ധതി, ആ പദ്ധതിക്ക് ഒരു രൂപരേഖ തയ്യാറാക്കി ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെച്ചുകൊണ്ട് ഇതിന്റെ തുടർ സമരം മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് ഈ സമര പരിപാടിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ ഉപവസിക്കുന്ന പാർട്ടിയുടെ പ്രിയങ്കരനായിട്ടുള്ള ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ MV ഗോപകുമാർ അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ഉദ്ഘാടന സഭയുടെ അധ്യക്ഷൻ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പ്രമോദ് കാരക്കാടിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഇവിടെ ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നത് നമുക്കറിയാം, കേരളത്തിലെ ജനനായകൻ മുൻ MLA ആയിട്ടുള്ള BJPയുടെ സമുന്നതനായിട്ടുള്ള നേതാവ് ശ്രീ PC ജോർജ് അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. BJPയുടെ നാഷണൽ കൗൺസിൽ മെമ്പർ മുതിർന്ന പ്രവർത്തകനായിട്ടുള്ള ശ്രീ KS രാജൻ അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ദക്ഷിണ മേഖലയുടെ സെക്രട്ടറി ശ്രീ B കൃഷ്ണകുമാർ അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ട്രഷറർ ശ്രീ KG കർത്ത അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാഷണലിസ്റ്റ് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് ചെയർമാനായിട്ടുള്ള ശ്രീ ജോൺ മാത്യു മുല്ലശ്ശേരി അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന ട്രേഡേഴ്സ് സെല്ലിന്റെ കൺവീനർ ശ്രീ D വിനോദ് കുമാർ അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ ജില്ലയുടെ സെക്രട്ടറി ഡോക്ടർ ഗീത അനിൽകുമാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പ്രിയങ്കരനായിട്ടുള്ള സജീവ് ഡക്കലിൽ അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹിളാ മോർച്ചയുടെ ജില്ലയുടെ അധ്യക്ഷ ശ്രീമതി കലാരമേശിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ മുനിസിപ്പൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ KK വിനോദ് കുമാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഈ നഗരസഭയുടെ കൗൺസിലർമാരായിട്ടുള്ള ശ്രീ മനു കൃഷ്ണൻ, പ്രിയപ്പെട്ട രോഹിത് P കുമാർ, ശ്രീമതി സുധാമണി, ശ്രീദേവി ബാലകൃഷ്ണൻ, സിനി ബിജു, ആതിര ഗോപൻ, ഇന്ദുരാജൻ എന്നിവരെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന
പാർട്ടിയുടെ മാന്നാർ മണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സതീഷ് കൃഷ്ണനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ചെങ്ങന്നൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ അജിആർ നായർ, പാർട്ടിയുടെ മാന്നാർ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ രമേശ് പേരിശ്ശേരി അവർക്ക് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികളായിട്ടുള്ള ശ്രീ എസ് വി പ്രസാദ്, ശ്രീ പി ജി മഹേഷ്, പ്രിയപ്പെട്ട മനു കൃഷ്ണൻ, അതേപോലെ തന്നെ വിനിജ സുനിൽ, ഈ സമര പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി രാജലക്ഷ്മി, മഹിളാ മോർച്ചയുടെ മണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷ സിന്ധുലക്ഷ്മി, OBC മോർച്ചയുടെ മണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ PA നാരായണൻ, ശ്രീ ബിനു ചാങ്കേരത്ത് അടക്കം ഈ സമര പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ബഹുമാനായിട്ടുള്ള BJPയുടെ നേതാവും മുൻ MLAയുമായ PC ജോർജ് അവറുകൾ ഈ ഉപവാസ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് 24 മണിക്കൂർ ഉപവാസം നടത്തുന്ന പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ MP ഗോകുമാർ അവറുകൾ, പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ അംഗം ബഹുമാന്യ KS രാജൻ അവറുകൾ, ദക്ഷിണമേഖലയുടെ സെക്രട്ടറി B കൃഷ്ണകുമാർ അവറുകൾ, പാർട്ടിയുടെ ജില്ലാ ട്രഷറർ KG കർത്ത അവറുകൾ, ജില്ലാ സെക്രട്ടറി സജു എടക്കലിൽ, ഡോക്ടർ ഗീത അനിൽകുമാർ, നാഷണലിസ്റ്റ് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് വൈസ് ചെയർമാൻ ജോൺ മാത്യു മുല്ലശ്ശേരി അവറുകൾ, ട്രേഡേഴ്സ് സെല്ലിന്റെ സംസ്ഥാന കോ കൺവീനർ D വിനോദ് കുമാർ അവറുകൾ, പാർട്ടിയുടെ നഗരസഭയുടെ കൗൺസിലർമാരായിട്ടുള്ള മനു കൃഷ്ണൻ, ജോബി ശ്രീരാജ്, S സുധാമണി, സിനി ബിജു, ആതിര കോമൻ, ഇന്ദുരാജൻ, മാന്നാർ മണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷൻ സതീഷ് കൃഷ്ണൻ, മുല്ലക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷൻ കണ്ണൻ, വിനു ചാങ്കുലേത്ത്, പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള അനീഷ് മുളക്കുഴ, അജിആർ നായർ, രമേശ് പേരിശ്ശേരി അടക്കം ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ബഹുമാനായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ, കിഴക്കേക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് നന്ദകുമാർ അവറുകൾ അടക്കം ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ പ്രവർത്തകർ, ജനാധിപത്യ വിശ്വാസികൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ 3ാം ഘട്ട സമരം എന്ന രീതിയിലാണ് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഈ ഉപവാസ സമരം നടത്തപ്പെടുന്നത്. ഇതിനു മുമ്പ് സംസാരിച്ച വ്യക്തിത്വങ്ങൾ തന്നെ ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള പ്രസംഗങ്ങൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ചെങ്ങന്നൂർ നഗരത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ചെങ്ങന്നൂർ നഗരസഭ നടപ്പിലാക്കുന്ന മാസ്റ്റർ പ്ലാൻ, ആ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കണമെന്ന് തന്നെയാണ് BJPയുടെ ആഗ്രഹം. കാരണം ഭാരതത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഒരു 50 വർഷക്കാലം ആ നാടിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന മാസ്റ്റർ പ്ലാൻ അത് ശാസ്ത്രീയപരമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമായിട്ട്, ഈ നാട്ടിലെ വാണിജ്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ഗുണകരമായിട്ട്, ഈ നാട്ടിലെ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിൽ, ഈ നാട്ടിലെ മലകൾ സംരക്ഷിക്കുന്ന തരത്തിൽ, ഈ നാട്ടിലെ നദികൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് 50 വർഷക്കാലത്തേക്ക് മുൻകണ്ടുകൊണ്ട് ഈ നഗരസഭകൾ പാസാക്കാൻ അതിന് മുന്നിലേക്ക് വെക്കേണ്ട ഒരു അജണ്ട. പക്ഷെ പ്രിയമുള്ളവരെ, ചെങ്ങന്നൂരിലെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുമ്പോൾ ആ ചെങ്ങന്നൂരിലെ മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് വിവാദത്തിൽ നിൽക്കുന്ന ഒരു മാസ്റ്റർ പ്ലാനാണ്. ഇതിനു മുമ്പ് പാലക്കാട്, ആലപ്പുഴ, ഗുരുവായൂർ അടക്കമുള്ള നഗരസഭകൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്.
തിരുവനന്തപുരം, കൊല്ലം, അതുകൊണ്ട് തന്നെ കണ്ണൂർ കോർപ്പറേഷൻ അടക്കം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഗവൺമെന്റ് സമർപ്പിച്ചുകൊണ്ട് അത് പാസാക്കിക്കൊണ്ട് ആ നാടിന്റെ സമഗ്ര വികസനമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കാണുന്ന സമയത്താണ് ചെങ്ങന്നൂരിലെ മാസ്റ്റർ പ്ലാൻ എന്തുകൊണ്ട് വിചിത്രമായി എന്ന് ചോദിച്ചാൽ 2018 നടന്നിട്ടുള്ള വെള്ളപ്പൊക്കം, 2018 നടന്ന വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. സാധാരണഗതിയിൽ 95-ലും 98-ലും 2000-ലും 2010-ലും ഒക്കെ നമ്മുടെ നാട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. നമുക്കറിയാം, രൂക്ഷമായ മഴ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ പ്രദേശങ്ങളടക്കം വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ 2018-ലെ വെള്ളപ്പൊക്കത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ നാട്ടിലെ മുഴുവൻ ഡാമുകളും തുറന്നു വിട്ടുകൊണ്ട്, മണിയാശാന്റെ നേതൃത്വത്തിൽ ഈ ഡാമുകൾ മുഴുവൻ തുറന്നു വിട്ടുകൊണ്ട് നമ്മുടെ നാടിനെ മുക്കിക്കൊല്ലുന്ന ഒരു അവസ്ഥയാണ് 2018-ൽ ഉണ്ടായിട്ടുള്ളത്. ഈ 2018-ലെ വെള്ളപ്പൊക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയമുള്ളവരെ ചെങ്ങന്നൂരിലെ നഗരസഭ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ വളരെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് മാസ്റ്റർ പ്ലാനുള്ളത്. കാരണം ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള 2ാം ഘട്ട കരട് വന്ന സമയത്ത് ഈ നാട്ടിലെ ഗ്രാമസഭകൾ വിളിച്ചു ചേർത്തു. ആ വാർഡ് സഭകളിൽ ടൗൺ പ്ലാനർ അടക്കമുള്ള ആൾക്കാർ പങ്കെടുത്തു. ടൗൺ പ്ലാനർ അടക്കമുള്ള ആ ഗ്രാമസഭയിൽ പങ്കെടുത്ത സമയത്ത് ഇവിടുത്തെ ചെയർപേഴ്സൺ ശോഭാ വർഗീസ് അടക്കം ആ ഗ്രാമസഭകളിൽ പങ്കെടുത്തോണ്ടിരുന്ന സമയത്ത് ഈ നാട്ടിലെ ജനങ്ങൾ ചോദിച്ചു, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളതെന്ന്. ആ സമയത്ത് നമ്മുടെ വീക്നാൻ കോളനി ശങ്കരാടി പറയത്തിലെ കൈരേഖ കാണിച്ചുകൊണ്ട് ഇതാണ് രേഖ എന്ന് പറയുന്ന അവസ്ഥയാണ് ചെങ്ങന്നൂരിലുള്ളത്. കാരണം യാതൊരു മുൻപൊരുക്കങ്ങളുമില്ലാതെ എന്താണത് ചെങ്ങന്നൂർ നഗരത്തിന്റെ വികസനം, 27 വാർഡുകളുടെ വികസനം എന്താണെന്ന് മനസ്സിലാക്കാതെയുള്ള ഒരു കൈരേഖ കാണിച്ചുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് ചെങ്ങന്നൂർ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, JS എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കേണ്ടത്. അത്തരത്തിലുള്ള യാതൊരു മുന്നൊരുക്കവുമില്ലാതെയുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് ചെങ്ങന്നൂരിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ ഈ പ്രദേശങ്ങളടക്കം 27 വാർഡുകളാണ് ഈ നഗരസഭയിലുള്ളത്. ഈ 27 വാർഡുകളിലെയും സാധാരണപ്പെട്ട ജനങ്ങളുടെ അതിൽ പണക്കാരനോ സാമ്പത്തികമില്ലാത്തവനോ അല്ലെങ്കിൽ വ്യവസായിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതി മത രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മാസ്റ്റർ പ്ലാൻ. ആ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ നഗരസഭാ ചെയർപേഴ്സണോടോ അല്ലെങ്കിൽ ഇവിടുത്തെ കൗൺസിലർമാരോടോ അതിന് നേതൃത്വം കൊടുക്കുന്ന ടൗൺ പ്ലാനോടോ അടക്കം ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൈമലർത്തി കാണിക്കുകയാണ്. കാരണം നമുക്കറിയാം, ബിസിനസ് ഇന്ത്യ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാം, അത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ആ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഈ മാസ്റ്റർ പ്ലാനുകളിൽ ഇവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ടായിട്ട് കാണിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നാം ശ്രദ്ധിക്കണം, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എങ്ങനെയാണ് പാർക്കിംഗ് ഗ്രൗണ്ടായിട്ട് നഗരസഭ കാണിക്കാൻ വേണ്ടി സാധിക്കുന്നത്? അതുപോലെ തന്നെ നമ്മുടെ ഓരോ പ്രദേശങ്ങളിലും എടുക്കുന്ന സമയത്ത് എക്കോ അഗ്രികൾച്ചർ സോണായിട്ട് വിവിധ മേഖലകളെ തിരിച്ചിരിക്കുകയാണ്. അതിന്റെ രൂപരേഖകൾ പുറത്തിറങ്ങു. ആ രൂപരേഖകൾ നോക്കുന്ന സമയത്ത് ആ രൂപരേഖകളിൽ ബഹുഭൂരിപക്ഷ സ്ഥലങ്ങളും അഗ്രികൾച്ചർ സോണായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. അഗ്രികൾച്ചർ സോണായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടാൽ ഒരു പ്രശ്നം എന്താണ്? ആ സർവേ നമ്പർ നിലനിൽക്കുന്ന സ്ഥലത്ത്, ആ സബ്ഡിവിഷൻ നിലനിൽക്കുന്ന സ്ഥലത്ത് ഒരു വാണിജ്യ സ്ഥാപനങ്ങളോ ഒരു കെട്ടിടങ്ങളോ നിർമ്മിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അത്തരത്തിൽ അഗ്രികൾച്ചർ അതിലൊരു വിരോധാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചെങ്ങന്നൂരിലെ പെരുമ്പുളം പാടത്തിലാണ് ഈ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. പെരുമ്പുളം പാടത്തിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം ആർക്കാണ്? ചെങ്ങന്നൂർ നഗരസഭയുടെ കീഴിലായിരുന്നു പെരുമ്പുളം പാടത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അതിന്റെ ഉടമസ്ഥാവകാശം. അത് മന്ത്രി പരിവാരങ്ങളെ ചേർന്ന് സർക്കാരിന് എഴുതിയെടുത്തു. എന്നിട്ട് ഇവിടെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം തുടങ്ങി. ഇന്ന് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം കഴിഞ്ഞ് 2 വർഷക്കാലമായി മുടങ്ങിക്കിടക്കുകയാണ്. കാരണം എന്താണ്? തണ്ണീർത്തട നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് ആ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം തുടങ്ങിയിട്ടുള്ളത്. കോടതി അടക്കമുള്ള ആൾക്കാർ ഇടപെട്ടുകൊണ്ട് ഇന്ന് ആ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം കോടിക്കണക്കിന് രൂപ ആ തണ്ണീർത്തടത്തിൽ ഇന്ന് നിക്ഷേപിച്ചിട്ടുള്ള ഒരു കാഴ്ചയാണ് ചെങ്ങന്നൂരിലുള്ളത്. പ്രിയപ്പെട്ട മന്ത്രിക്കറിയത്തിന്റെ പെരിന്തളപ്പാടം നിൽക്കുന്ന സ്ഥലം തണ്ണീർത്തട മേഖലയാണെന്ന്, ആ തണ്ണീർത്തട മേഖലയെ ഒഴിവാക്കിക്കൊണ്ട്
സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടത്താതെ ഇന്നിപ്പം ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ വന്ന സമയത്ത് ആ തണ്ണീർത്തട മേഖലകളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഒരു മേഖലയെ അഗ്രികൾച്ചർ മേഖലയായിട്ട് തിരിച്ചിരിക്കുകയാണ്. ആ തണ്ണീർത്തടത്തിന്റെ നികത്താത്ത ഭാഗത്തെ അഗ്രികൾച്ചർ മേഖല, ബാക്കി സ്റ്റേഡിയം പറഞ്ഞിട്ടുള്ള ഭാഗത്തെ പബ്ലിക് സെക്ടറായിട്ട് ആ രേഖകളിൽ മാസ്റ്റർ പ്ലാനിലുണ്ട്. എന്തൊരു വിരോധാഭാസമാണ്! കാരണം ഒരേ തണ്ണീർത്തട മേഖലകളിൽ ഒരേ ഭൂമിയിൽ നിലനിൽക്കുന്ന സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുള്ള ഭാഗം മാത്രം പബ്ലിക് സെക്ടറും മറ്റേ അഗ്രികൾച്ചർ മേഖലയായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ആ മാസ്റ്റർ പ്ലാനിൽ ധാരാളം കാര്യം ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം, സ്കൈയിൽ നിന്ന് ത്രിവേണിയിലേക്ക് പോകുന്ന റോഡ്, ആ റോഡിന്റെ വീതി 6 മീറ്റർ റോഡാണ്. അത് 12 മീറ്ററായിട്ട് കൂട്ടുമെന്നാണ് ഈ മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭയുടെ മുന്നിലുള്ള ആ റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള റോഡിന്റെ വീതി നമുക്കറിയാം. നിലവിൽ 10 മുതൽ 12 വരെ ആ റോഡിന്റെ വീതിയുണ്ട്. പക്ഷെ മാസ്റ്റർ പ്ലാനിൽ കാണിക്കുന്നത് എത്രയാണ്? 6 മീറ്റർ വീതിയാണ് ആ മാസ്റ്റർ പ്ലാനിൽ കാണിക്കുന്നത്. ഒരു സാധാരണപ്പെട്ട വെള്ളം കയറിയിട്ടുള്ള ഒരു പ്രദേശത്ത് ഇന്ന് ഒരു ശൗചാലയം പണിയണമെങ്കിൽ, ഒരു കെട്ടിടം പണിയണമെങ്കിൽ ഇന്ന് 2 മീറ്ററും 1 മീറ്ററും ഉയരത്തിലേക്ക് കെട്ടിക്കൊണ്ട് മാത്രമേ ആ കെട്ടിടങ്ങൾ പണിയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. എല്ലാ നഗരസഭയും മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കപ്പെട്ട സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരെ പ്രതിപക്ഷത്തെയും ആ നാട്ടിലെ ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും എല്ലാവരെയും നേതൃത്വം കൊടുത്തുകൊണ്ട് അവരെ വിളിച്ചു ചേർത്തുകൊണ്ട് അവര് സമഗ്രമായി ആ മാസ്റ്റർ പ്ലാനെ പറ്റി പഠിച്ചിട്ട് അത്തരത്തിലുള്ള മേഖലകൾ അവരെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ കുറച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് ഈ നാട്ടിലെ വാണിജ്യ സ്ഥാപനങ്ങൾക്ക്, നമുക്കറിയാം നമ്മുടെ നാടിന്റെ ഒരു നട്ടെല്ലെന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്തെ വാണിജ്യ സ്ഥാപനങ്ങളാണ്. ആ വാണിജ്യ സ്ഥാപനങ്ങളെ മുഴുവൻ കുരുക്കിലാക്കുന്ന തരത്തിലാണ് ഈ ചെങ്ങന്നൂരിലെ മാസ്റ്റർ പ്ലാൻ. കാരണം ചെങ്ങന്നൂരിലെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ കൗൺസിലർമാർക്കോ ചെയർപേഴ്സണോ ഈ നാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്കോ ഒന്നും തന്നെ അതിന്റെ വരും വരാഴികയെ പറ്റി അറിയില്ല. എന്നാണ് അതിനകത്തുണ്ടെന്ന് അറിയത്തില്ല. കാരണം എല്ലാവരും വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു ഫോട്ടോ ഇട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരാതി നഗരസഭയെ ബോധിപ്പിക്കണമെന്ന്. ആദ്യത്തെ കരട് വന്ന സമയത്ത് 6 പരാതികളാണ് ലഭിച്ചത്. പ്രിയമുള്ളവരെ, പാലക്കാട് നഗരസഭ അമൃതം പദ്ധതി പ്രകാരമുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി 1507 പരാതികളാണ് അവിടെ ലഭിച്ചത്. ആ 1500 പരാതികളും പരിഹരിച്ചുകൊണ്ടാണ് അവിടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. ചെങ്ങന്നൂർ നഗരസഭ 27 വാർഡിൽ നിന്നും വന്നിടത്താണ് 6 പരാതികളാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ വീണ്ടും 2ാം ഘട്ട പരാതിക്ക് വേണ്ടി അപേക്ഷകൾ ക്ഷണിക്കാം. പക്ഷെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? കാരണം അവിടെ കൊടുത്തിട്ടുള്ള രൂപരേഖയിൽ അവിടുത്തെ സബ് ഡിവിഷൻ എന്താണ്, സർവേ നമ്പർ എന്താണ്, ഞങ്ങൾ അഗ്രികൾച്ചർ മേഖലയിലാണോ, ഞങ്ങൾക്ക് ഇവിടെ വീട് പണിയാൻ സാധിക്കുമോ, ഞങ്ങൾക്ക് ഇവിടെ കെട്ടിടം പണിയാൻ സാധിക്കുമോ, ഞങ്ങൾക്ക് വാണിജ്യങ്ങൾ സ്ഥാപനങ്ങൾ നടത്തുവാൻ സാധിക്കുമോ എന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എങ്ങനെ പരാതി കൊടുക്കാൻ വേണ്ടി സാധിക്കും? പരാതി കൊടുക്കാതെ ഇവിടുത്തെ ഭരണസമിതി, നഗരസഭാ ഭരണസമിതി, യൂണിയന്റെ ഭരണസമിതി 400 കോടി രൂപയാണ് ഈ നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ വെച്ചിട്ടുള്ളത്. അതിൽ 50 കോടി രൂപ കമ്മീഷൻ ഇനത്തിൽ തട്ടുവാനുള്ള ഒരു പരിപാടിയുമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിന് മന്ത്രിയെ കൂട്ടി നിൽക്കുകയാണ്. കാരണം എന്താണ്? BJP ആദ്യ സമരം നടത്തിയ സമയത്ത് മന്ത്രി പറഞ്ഞു, ഈ മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. BJP സമരം ശക്തമാക്കിയപ്പോൾ നഗരസഭയുടെ ചെയർപേഴ്സണെയും വൈസ് ചെയർമാനെയും വിളിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് അന്നത്തെ മന്ത്രിയായിരുന്ന MP രാജേഷിന്റെ ഓഫീസിൽ പോയി ചർച്ച നടത്തിയിട്ട് അവിടുത്തെ ഒരു പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു, ചെങ്ങന്നൂർ മാസ്റ്റർ പ്ലാനിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, ജനങ്ങൾക്കൊപ്പമാണെന്ന് പറഞ്ഞു. തിരിച്ചു മന്ത്രി വന്ന സമയത്ത് അതുകൊണ്ട് തന്നെ മംഗലം, ഇടനാട് ഭാഗങ്ങളിൽ മന്ത്രിക്ക് CPM-ന്റെ നേതൃത്വത്തിൽ വലിയ സ്വീകരണം കൊടുത്തു. പക്ഷേ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം CPM-ന്റെ പദയാത്രകൾ നടക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പദയാത്രകൾ നടത്തുന്നത്? ഈ മാസ്റ്റർ പ്ലാൻ അന്തിമ രൂപം നൽകേണ്ടത് ഇവിടുത്തെ സർക്കാരാണ്. ആ സർക്കാർ ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ സമയത്ത് ആ മന്ത്രിയെ അവഹേളിച്ചുകൊണ്ട്, ആ മന്ത്രിയുടെ കഴിവില്ലായ്മയെ വിളിച്ചോടിക്കൊണ്ടാണ് CPM ഇത്തരത്തിലുള്ളൊരു ഇവിടെ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. CPM-ന്റെ 2 കൗൺസിലർമാർ കൂടിയിരുന്നുകൊണ്ടാണ് ആ മാസ്റ്റർ പ്ലാന് അംഗീകാരം കൊടുത്തിട്ടുള്ളത്. ഈ നഗരസഭയ്ക്കോട് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്താൽ മന്ത്രി അനങ്ങുന്നില്ലല്ലോ. മന്ത്രി മിണ്ടാപ്പൂച്ച നയമല്ല സ്വീകരിക്കുന്നത്. ഇത്രയും വിഷയങ്ങൾ ചെങ്ങന്നൂരിലുള്ളപ്പോൾ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് അക്ഷരം മിണ്ടാൻ ഈ മന്ത്രിക്ക് സാധിക്കുന്നുണ്ടോ?
പ്രിയമുള്ളവരെ, മന്ത്രിയും സതീഷ് ചെറിയാൻ മന്ത്രിയും നഗരസഭയും ചേർന്നുകൊണ്ട് ഈ നാടിനെ നശിപ്പിക്കുവാൻ വേണ്ടി, കമ്മീഷൻ അടിക്കാൻ വേണ്ടി ഇവിടെ മുമ്പ് സൂചിപ്പിച്ചു വരട്ടാറിലെ മണല് സ്വർണം പോലുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കിട്ടുന്ന മണല്, നഗരസഭയുടെ റോയൽറ്റി ലഭിക്കേണ്ട മണ്ണ് സതീഷ് ചെറിയാനും മന്ത്രിയും നഗരസഭയും ചേർന്നുകൊണ്ട് വിറ്റു. കോടിക്കണക്കിന് രൂപ വിറ്റു. ഈ നാട്ടിലെ ആരെങ്കിലും, ഇവിടെ ഓട്ടോ ഓടിക്കുന്ന ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കളടക്കം ആർക്കെങ്കിലും സൂചിപ്പിക്കാൻ വേണ്ടി സാധിക്കോ എത്ര രൂപയുടെ മണൽ ഇവിടുന്ന് വിറ്റു? കോടിക്കണക്കിന് ഇവിടെ അഴിമതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് BJP ഏറെച്ചവും ഈ സമരവുമായി മുന്നോട്ട് പോകും. BJP സമരത്തിൽ പൂർണ്ണമായും മുന്നോട്ട് ഈ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ മാസ്റ്റർ പ്ലാനെ റദ്ദ് പിൻവലിക്കുന്നിടം വരെ ശക്തമായിട്ടുള്ള സമരവുമായി BJP മുന്നോട്ട് പോകും. അല്ലെങ്കിൽ BJPയുടെ ജില്ലാ പ്രസിഡന്റെയും BJPയുടെ നേതാക്കളുടെ നേതൃത്വത്തിൽ ഗവർണറെ കണ്ടുകൊണ്ട് ഈ മാസ്റ്റർ പ്ലാൻ റദ്ദ് ചെയ്യാനുള്ള നടപടികൾ BJP സ്വീകരിക്കും. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ബഹുമാനേറ്റ PC ജോർജ് മുൻ MLA, അദ്ദേഹം നമുക്കറിയാം ഡാം തുറന്നുവിട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയും. കാരണം അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാം. അത്തരത്തിൽ 2018 ഡാം തുറന്നുവിട്ട് ഈ നാടിനെ മുക്കിക്കൊന്ന ആ മാസ്റ്റർ പ്ലാനാണ് ഇന്ന് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഈ മാസ്റ്റർ പ്ലാൻ പിൻവലിക്കുന്നതിന് വരെ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ, ഈ നാട്ടിലെ പ്രിയപ്പെട്ട ജനങ്ങൾ, ഈ 27 വാർഡിലെയും അതുപോലെ തന്നെ ഇതിന്റെ സമീപ പ്രദേശങ്ങളിൽ പാണ്ടനാട്, തിരുവമ്പണ്ടൂര്, മുളക്കര, വെൺമണി, ആല പഞ്ചായത്തുകളടക്കം വെള്ളം കയറിയിട്ടുള്ള ധാരാളം പ്രദേശങ്ങളുണ്ട്. ഈ പ്രദേശങ്ങളിലേക്കെല്ലാം ഇത് വ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ BJPക്കൊപ്പം ചേർന്നുകൊണ്ട്, ഈ രാഷ്ട്രീയം മറന്നുകൊണ്ട്, ജാതി മറന്നുകൊണ്ട്, മതം മറന്നുകൊണ്ട് BJPക്കൊപ്പം ചേർന്നുകൊണ്ട് ഈ ധർമ്മ സമരത്തിൽ പങ്കാളിയാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കേരളത്തിന്റെ ജനകീയ നായകനും 7 ടേം നിയമസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പൂഞ്ഞാർ മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി നേതൃത്വം നൽകിയിരുന്ന പ്രിയപ്പെട്ട ജനകീയ നായകൻ PC ജോർജിനെ ആദരണീയമായി ഈ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ BJPയുടെ ഏറ്റവും സമ്പന്നനായ ജില്ലാ പ്രസിഡന്റ് ഗോളകുമാറിന്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിലെ 7ഓളം കൗൺസിലർമാർ നടത്തുന്ന ഈ ഉപവാസ സമരത്തിൽ ആരംഭം കുറിക്കുന്ന ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചിരിക്കുന്ന മണ്ഡലം പ്രസിഡന്റ് ശ്രീ പ്രമോദ് കാരിക്കാട്, സ്വാഗതം ആശംസിച്ച ശ്രീ അനീഷ്, ശ്രീ KG കർത്ത, ഡോക്ടർ ഗീത അനിത, വിനോദ് കുമാർ, സ്നേഹമുള്ള സതീഷ് കൃഷ്ണൻ, ശ്രീ കൃഷ്ണകുമാർ പഴയ വ്യക്തി, KK വിനോദ്, KS രാജൻ, ജോൺ മാത്യു മുല്ലശ്ശേരി, മനു കൃഷ്ണൻ, ജോർജ് ഉൾപ്പെടെ ഈ വേദിയിലുള്ള നല്ലവരായ നേതാക്കന്മാരെ, സഹോദരന്മാരെ, നല്ലവരായ തൊഴിലാളി സഖാക്കളെ, സ്നേഹിതരെ, പ്രിയനായ അധ്യക്ഷനും സ്നേഹമുള്ള അനീഷും അവരുടെ സ്വാഗത അധ്യക്ഷ പ്രസംഗങ്ങളിൽ ഇവിടുത്തെ മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു ചർച്ച തന്നെ നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന അപകടങ്ങളും ദൂഷ്യങ്ങളും നഷ്ടങ്ങളും നാശങ്ങളും വളരെ വ്യക്തമായി ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ ആ രണ്ട് സുഹൃത്തുക്കളും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നു. പക്ഷേ എനിക്ക് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്.
എന്താണെന്ന് ചോദിച്ചാൽ ചിങ്ങമൊന്നിനല്ലേ? ശരി ശരി ശരി, ഞാൻ ചോദിച്ചിട്ട് നമ്മുടെ ആ ഈ ഓക്കെ. ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള മേഖലകൾ ഉണ്ടാവും. ഇവിടെയുള്ള മനുഷ്യ സമൂഹം വയനാടിൽ സംഭവിച്ചതുപോലുള്ള പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഭരണാധികാരികൾക്കുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ഈ നാടിന്റെ മന്ത്രി സജി ചെറിയാൻ ഒരിക്കലും നിഷേധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല.